CBI അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് അട്ടൂരിൻ്റെ മകൾ അദീബ നൈന 24നോട് പറഞ്ഞു. പോലീസിന് തങ്ങൾ നൽകുന്ന വിവരങ്ങൾ മറ്റു പലർക്കും ലഭിക്കുന്നതായി സംശയമുണ്ടെന്നും അദീബ 24നോട്. എന്തായാലും തെളിയായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു അന്വേഷണം തുടക്കത്തിൽ അവരെ ഫോൾട്ട് തന്നെയാണെന്ന് അവർ പറഞ്ഞു നമ്മളോട്. അവരുടെ ഫോൾട്ട് തന്നെയാണ്. അവർ നല്ല രീതിയിൽ അതെ നമ്മളോട്. പിന്നെ ഇലക്ഷൻ സമയത്ത് വന്ന CI സാർ നമ്മളോട് പറഞ്ഞു, ഒരു ഗോൾഡൻ ഹവേഴ്സ് അവർ നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നമ്മൾ സാറിനോട് ചോദിക്കും, എന്തായി, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ സാർ? അപ്പോൾ സാറ് പറയും, ഒന്നുമില്ല, നമുക്കത് പുറത്ത് വിടാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് അവിടെ എന്താ നടന്നതെന്നൊക്കെ എന്നെയും ഉപ്പയുടെ ബ്രദറിനെയും എല്ലാവരെയും വിളിച്ചിട്ട് അവരെന്താ നടന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പുറത്തുനിന്ന് നമ്മൾ അറിയും. അപ്പോൾ നമ്മളിത് പോലീസിനോട് ചോദിക്കുമ്പം പോലീസ് പറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ലീക്കാവുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നു വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. മുഹമ്മദ് അട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന് തുടക്കത്തിൽ തന്നെ അന്വേഷണത്തിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ വീഴ്ചയുണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യം പോലീസിലെ തന്നെ ചിലർ തങ്ങളോട് പറഞ്ഞതായും ഈ മാമിയുടെ മകളായ അദീബ നൈന 24നോട് പറയുന്നു. ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിലെ ഗോൾഡൻ അവേഴ്സ് പോലീസ് തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ചില പരിശോധനകൾ കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ CCTV ദൃശ്യങ്ങളടക്കം, അതായത് കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് മുഹമ്മദ് അട്ടൂരിനെ കാണാതാകുന്നത്. ഇത്രയും വലിയൊരു നഗരത്തിൽ വെച്ച് ഒരാളെ കാണാതായിട്ട് ഒരു CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. കൃത്യമായ രീതിയിലുള്ള തെളിവുകളും ശേഖരിക്കുന്നതിലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മാമിയുടെ തിരോധാനത്തിൽ അല്ലെങ്കിൽ ആ അന്വേഷണം ഇത്രയധികം നീണ്ടുപോകുന്നതെന്നും കുടുംബം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തങ്ങൾ പോലീസിനോട് ആരായാറുണ്ട്, അന്വേഷണ പുരോഗതിയെക്കുറിച്ച്. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, അതിനാൽ അത് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്നുള്ള മറുപടിയാണ് പോലീസ് നൽകാറുള്ളത്. പക്ഷേ മറ്റ് ചിലർ പറഞ്ഞ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ അറിയുന്നു. അതിൻ്റെ അർത്ഥം ഇതിനുള്ളിൽ തന്നെ ചില ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ചിലർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട്, ഈ വിവരങ്ങളൊക്കെ ലീക്കാകുന്നുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ പോലീസിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണം CBIക്ക് വിടാനുള്ള ശുപാർശ അന്വേഷണ സംഘ തലവനായ മലപ്പുറം SP S ശശിധരൻ DGPക്ക് നൽകിയിരുന്നു. കുടുംബവും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോയിരുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ CBI ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ തങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബം പറയുന്നത്. SK.